ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയ പോലത്തെ അവസ്ഥയാ. എന്നെ സഹായിക്കണം. മഹേന്ദ്രൻ വലിയൊരു കളി തന്നെയാ നടത്തിയിരിക്കുന്നത്. കഴിവുള്ളൊരു വക്കീല് കയ്യിലുണ്ടെങ്കിൽ ആർക്കും എന്തും നടക്കുമെന്ന് മഹേന്ദ്രൻ തെളിയിച്ചിരിക്കുന്നു. ആ ജോലിക്ക് പോണ്ട. വിസ വരേണ്ട താമസമല്ലേ ഉള്ളൂ. രോഹിത് പോവാൻ നിൽക്കുകയല്ലേ, അത് അങ്ങനെ തന്നെ തീരുമാനിക്കാം. കുഞ്ഞിച്ചി, അത് ശ്യാമ, ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ മുന്നോട്ട് പോയാ തീർച്ചയായിട്ടും കുടുംബ കോടതിയിൽ ഒരു കേസും കൂടി ആവും. അതങ്ങനെ ആവാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. രോഹിത്, തൽക്കാലം പപ്പി ശ്യാമയുടെ കൂടെ നിൽക്കട്ടെ. ശാലിനി, അത് അമ്മ എവിടെയാണോ അവിടെ. എന്താ ശ്യാമേ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ആ, എനിക്കിപ്പോഴേ എല്ലാം മനസ്സിലായി. ഇതെല്ലാരും ചേർന്നുള്ള ഒത്തുകളിയാ. എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തണം. അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടങ്ങൾ എന്നിലങ്ങ് അടിച്ചേൽപ്പിക്കണം. എനിക്കാരും വേണ്ട, ഭർത്താവോ കൊച്ചോ ആരും. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. ഒരാളുടെ ഉപദേശം എനിക്ക് വേണ്ട. ശ്യാമേ, കണ്ടില്ലേ, ഇത് അവളുടെ അവസ്ഥ. പറയുന്ന എന്താന്നൊന്നും മനസ്സിലാക്കണ്ടേ ശാലിനി? ഇനിയിപ്പോ ഒന്നും പറയണ്ടമ്മേ, തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. വാശിയാ അവക്ക്. ആ വാശി തീരട്ടെ, എന്നാലേ നമ്മൾ പറയുന്നത് അവക്ക് മനസ്സിലാവൂ. ചേച്ചമ്മ, എന്റെ കൈ വേദനിക്കുക. സാരമില്ല മോളെ. ഇതെന്താ രോഹിത്തെ, പപ്പിയെ കൊണ്ടുവന്നില്ലേ? ഇല്ല. അതെന്താ പപ്പിയെ കൊണ്ടുവരാഞ്ഞത്? എന്താടാ? അത് പപ്പിയെ ശ്യാമ വിട്ടില്ല. എടാ, ശ്യാമ കുട്ടിയെ വിട്ടു തരില്ലെന്ന് പറഞ്ഞപ്പോ നീ അതും കേട്ടോണ്ട് ഇങ്ങ് പോന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ കിടന്ന് അടി കൂടാൻ പറ്റുമോ? എന്ത്? എടാ രോഹിത്, പപ്പി നിൽക്കേണ്ടത് ഈ വീട്ടിലാ, നിനക്കറിയോ? അവള് വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ. പക്ഷെ പപ്പി മോളെ നീ നിർബന്ധമായിട്ടും വിളിച്ചോണ്ട് വരണമായിരുന്നു. രോഹിത് ശ്രമിച്ചതാ സത്യാമ്മേ, പക്ഷെ ശ്യാമ വിട്ടില്ല. അഹങ്കാരം അവൾക്ക്. എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ആളില്ലെന്നുള്ള അഹങ്കാരം. ഡാ, രണ്ടെണ്ണം അവൾക്ക് പൊട്ടിച്ചിട്ട് കൊച്ചിനെ എടുത്തോണ്ട് വരികയായിരുന്നു വേണ്ടത്. ഇനിയിപ്പോ ഇതിന്റെ പേര് ഒരു ബഹളത്തിന് നിൽക്കണ്ട. ഒന്നോ രണ്ടോ ദിവസം നിൽക്കി നിൽക്കട്ടെ, എന്നിട്ട് പോയി വിളിക്കാം.
അപ്പൊ കൊച്ചിന്റെ തള്ളയുടെ വാശിയും വൈരാഗ്യമൊക്കെ തണുക്കുകയും ചെയ്യും. സത്യമേ, ഇനി എന്തായാലും ഞാൻ അങ്ങോട്ടില്ല. വിളിക്കാൻ പോയി കൂട്ടിക്കൊണ്ടുവരേ, എന്താന്ന് വെച്ചാ ചെയ്യേ. പ്ലീസ്, എന്നെ കൊണ്ട് കഴിയില്ല, ക്ഷമിക്കണം. ഞാൻ ഇനി ഒന്നിനുമില്ല. എടാ ഇവനിത് എന്തു പറ്റി? അവൾ അവിടുന്ന് കുറച്ച് ഒച്ച വെച്ചപ്പോ അവനിങ്ങ് ചാടി ഓടി പോന്നു. അച്ഛൻ പറഞ്ഞ പോലെ 2 ദിവസം കഴിയട്ടെ, നമുക്ക് എല്ലാം പറഞ്ഞ് ശരിയാക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യ്. ആ വാടോ വാടോ, കേറി വാ. ആമേ, ഈ വരുന്നതേ കാഹളകുമാരനാ. കേറി വാടോ. എന്താടോ ഈ സമയത്ത് ഈ വഴിക്ക്? പറയാം മോളെ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയ പോലത്തെ അവസ്ഥയാ. എന്നെ സഹായിക്കണം. മഹേന്ദ്രൻ വലിയൊരു കളി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കഴിവുള്ളൊരു വക്കീല് കയ്യിലുണ്ടെങ്കിൽ ആർക്കും എന്തും നടക്കുമെന്ന് മഹേന്ദ്രൻ തെളിയിച്ചിരിക്കുന്നു. പക്ഷേ മോൾ ഇതുകൊണ്ടൊന്നും ഭയക്കരുത്. ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്യരുത്. മോള് പിന്മാറിയാൽ തോറ്റുപോകുന്നത് ഞങ്ങളെപ്പോലുള്ള കുറച്ച് പാവങ്ങളാ. ഇപ്പോ എനിക്കിതിലൊന്നും ചെയ്യാനാവില്ല. അവര് സ്റ്റേ ഓർഡർ വാങ്ങിച്ചിരിക്കല്ലേ. ആയിക്കോട്ടെ, അവരെന്ത് പ്രതിരോധം വേണമെങ്കിലും സൃഷ്ടിച്ചോട്ടെ. പക്ഷേ നേരിടാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന നമ്മൾ പാതി വഴിയിൽ തളർന്ന് യുദ്ധം അവസാനിപ്പിക്കരുതേ എന്നൊരു അപേക്ഷ കൂടെയുണ്ട് ഈ കിളവന്. കാരണം ഈ പരുത്തിക്കുന്നിന് പറയാൻ കുറേയധികം ആളുകളുടെ കണ്ണീരിന്റെ കഥയുണ്ട്. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് കുടിയിറക്കപ്പെട്ടവരുടെ വിങ്ങലുകളുണ്ട്. ആ ഭൂമിയിൽ നൊമ്പരങ്ങളും വേദനകളുമുണ്ട്. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് കുടിയിറക്കപ്പെട്ടവരുടെ വിങ്ങലുകളുണ്ട്. ആ ഭൂമിയിൽ നൊമ്പരങ്ങളും വേദനകളുമുണ്ട്. അതിന്റെ എല്ലാം മേലെയാണ് ആ മഹേന്ദ്രൻ എന്ന പ്രമാണി സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അത് തകർത്ത് ആ ഭൂമി തിരിച്ചുപിടിക്കാൻ മോൾക്ക് കഴിയണം. സഹായിക്കണം. മോൾക്കേ കഴിയൂ.